ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ദാവീദിൻ പട്ടണം പോലെ പാതകൾ നമ്മൾ അലങ്കരിച്ചു വീഞ്ഞു പകരുന്ന മഞ്ഞിൽ മുങ്ങി വീണ്ടും മനസ്സുകൾ പാടി ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി കുന്തിരിക്കത്താലെഴുതി സന്ദേശഗീതത്തിൻ പൂവിടത്തി ദൂരെ നിന്നായിരം അഴകിൻ കൈകൾ എങ്ങും ആശംസകൾ തൂകി ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൽ സമാധാന രാത്രി ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു ഉണ്ണിയേശു പിറന്നു ഉണ്ണി പിറന്നു
പാടി എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഈ ക്രിസ്മസിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് കുര്യാക്കോച്ചേട്ടനെയും കുടുംബത്തെ വൈഫിന്റെ ചേച്ചിന്റെ ഇടുക വിളിക്കുന്നു. അതോടൊപ്പം തന്നെ കെ എസ് എസിന്റെ വൈസ് പ്രസിഡന്റായ ചാക്കോച്ചൻ മാളിയേക്കലിനെയും ഷീബനെയും വിളിക്കുന്നു. ഇടുക കടന്നു വരുക പ്ലീസ്. ഈ കേക്ക് ഒന്ന് മുറിച്ച് ഉദ്ഘാടനം ചെയ്യാം. എല്ലാ കുഞ്ഞുമക്കളും ഇടുക. കുഞ്ഞുമക്കളെല്ലാം വേണം. കുഞ്ഞുമക്കളെല്ലാം ഫ്രണ്ടിലേക്ക് വാ. എല്ലാവരും കയറുക. കുഞ്ഞുമക്കളെല്ലാം വാ. കുഞ്ഞുമക്കളെല്ലാം ഇവിടെ വന്നു. ഓക്കെ, രണ്ട് സൈഡിൽ സാന്തായും കൂടെ വന്നേ. സാന്തായും കൂടെ വന്നേ. ബാബാ കുഞ്ഞുമക്കളെല്ലാം വാ. ബാബാ അവിടത്തേല് മാറ്റി ഇവിടെ സെലിബ്രേഷന്റെ തുടങ്ങുകയാണ്. കത്തിക്കട കമ്പി പൂക്കുട്ടി ഏലാട്ടന്മാരും മാറുന്നോണേ. കൊട്ടറ കൊട്ടറ കൊട്ടറ
ജോലിക്ക് പോകണം. മോൻ കാണിച്ചൊരു വീഡിയോ അല്ലേ? ആടെ പാപ്പാടെ മുഖംപൊടി കഴിച്ചോ? കൈ പിടിക്കാം പോയി. കയറണോ? ഇങ്ങോട്ട് കയറണോ? മുന്നേ പോയി കിടന്നു.
സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം നൽകുന്ന പുണ്യദിനം ക്രിസ്മസ്. മഞ്ഞിന്റെ കുളിരും നക്ഷത്രങ്ങളുടെ തിളക്കവും പുൽക്കൂടന്റെ പുതുമയും പാതിരാകൃപാലയുടെ പവിത്രതയും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി പടികടന്നെത്തിയിരിക്കുകയാണ് ക്രിസ്മസ് രാവുകൾ. ക്രിസ്മസ് എന്ന ആഘോഷത്തിന് മാത്രമല്ല, ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ്. ഇവയുൾക്കൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹ കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒപ്പം ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ആദ്യം തന്നെ വേദിയിലേക്ക് സ്നേഹ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ കുര്യാക്കോസ് എന്ന ചേട്ടനെയും ഗ്രേസ് ചേട്ടനെയും തോന്നിയകളെയും സ്വാഗതം ചെയ്യുന്നു. സഹോദരന്മാരെയും കൂടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലേക്ക് കടന്നിരിക്കണം. സ്നേഹപ്രധാനങ്ങളുടെ ഭാരവാഹികൾ, സ്നേഹപ്രധാനങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഇന്ന് നമ്മളിവിടെ ആയിരിക്കുന്നത് മാനവകുലത്തിന്റെ രക്ഷകനായി പിറന്ന ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവി തിരുനാളോടനുബന്ധിച്ച് ഉള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുവാനാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡിസംബർ 25-ാം തീയതിയാണ് നമ്മൾ സാധാരണ ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും നമുക്ക് 25-ാം തീയതിക്ക് ശേഷം നടത്താൻ പറ്റാത്ത ഒരവസ്ഥ, ഒരു സാഹചര്യമായതുകൊണ്ടും കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് അത് മുന്നോടിയായി നമ്മൾ നടത്താനായിട്ട് തീരുമാനിച്ചത്. എല്ലാവർക്കും സ്നേഹ കൂട്ടായ്മയുടെ പേരിൽ ക്രിസ്മസ് മംഗളങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ സ്നേഹ കൂട്ടായ്മയുടെ 1-2 കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരിക്കൽ ഞാൻ എന്തൊക്കെ പറഞ്ഞതാണ്, 6 വർഷം മുമ്പ് 6 പേർ ചേർന്ന് ഒരിക്കൽ കൂട്ടായ്മയാണിത്. ഇതിപ്പോൾ 52 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. അതിൽ നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവുമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കാരണമായി തീർന്നിരിക്കുന്നത്. ചെറിയ ഗ്രൗണ്ടിൽ, ചെറിയ പന്തുകളിൽ പന്ത് തട്ടിൽ തുടങ്ങി ക്രിസ്മസ് ആഘോഷങ്ങൾ, ഓണാഘോഷ പരിപാടികൾ, വിനോദയാത്രകൾ, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിച്ച് സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി നമ്മുടെ ഈ സംഘടന മുൻപോട്ട് പോവുകയാണ്. തുടർന്ന് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, ഉണ്ടാവണം. ഈ സ്നേഹ കൂട്ടായ്മയുടെ പേരിൽ ഞാൻ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. താങ്ക് യു. സ്നേഹ ബഹുമാനപ്പെട്ട മാണികൾ ചാക്കോച്ചൻ, ഈ സംഘടനയുടെ സെക്രട്ടറി തുമ്പി തോട്ടം, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ക്രിസ്മസ് സന്ദേശം നൽകുന്നതിനായി
നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഗ്രേസ് കുര്യാക്കോസ് എൻ്റെ മരുമകനാണ്. സ്നേഹം നിറഞ്ഞ നമ്മുടെ കുടുംബ അംഗങ്ങളെ, സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ 6 വർഷം മുമ്പ് 8-10 പേര് ഈ ഗ്രൗണ്ടിൽ പന്ത് തട്ടിക്കളിക്കുന്നതിനായി ഒത്തുചേരുകയും ആ 10-12 പേരിൽ അംഗങ്ങൾ വളർന്നു നമ്മുടെ ഈ 2024 മുതൽ കൂടുതൽ അംഗങ്ങൾ ഇതിൽ ചേരുകയും ഈ സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇപ്പോൾ 4 ടൂറുകൾ സംഘടിപ്പിക്കുകയും അതുകൂടാതെ പല പ്രാവശ്യങ്ങളിലായി കൂട്ടായ്മ സംഘടിപ്പിക്കുകയും എല്ലാ ദിവസവും ഈ പള്ളി ഗ്രൗണ്ടിൽ ശരാശരി 20-25 ആളുകൾ സായനത്തിൽ ഒത്തുചേർന്ന് നാട്ടിലെ വിശേഷങ്ങളും സുഹൃത്തുക്കളുമായി തമ്മിലുള്ള പങ്കുവെക്കലും അതെല്ലാ ദിവസവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാസം മുൻപ് ഇവിടെ ഈ കൂട്ടത്തിലെ അംഗത്തിൻ്റെ അതായത് പുത്തമ്പരയ്ക്കൽ ദീപുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കണം. അദ്ദേഹത്തിൻ്റെ ചെലവിൽ ഈ ഗ്രൗണ്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുകയും അതിനുശേഷം പിറ്റേ മാസം ബർത്ത്ഡേ ഉണ്ടായിരുന്ന 3 ആളുകൾ കൂട്ടായി ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കണം, അതിന് നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉണ്ടാകണം എന്ന് പറയുകയും ആ 3 പേരുടെ ബർത്ത്ഡേ വളരെ ആഘോഷപൂർവ്വം നമ്മുടെ ലൂക്കായുടെ വീട്ടിൽ വെച്ച് വളരെ വിപുലമായി നടത്തുകയും ചെയ്യുകയുണ്ടായി. ഇതിന് ഒരു സംഘടനാ രൂപം ഇല്ലായിരുന്നു. അപ്പം ആളുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഒരു സംഘടനാ രൂപത്തിൽ ഇത് മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുകയും ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഈ സംഘടനയിൽ ഇപ്പോൾ 52 അംഗങ്ങളാണ് ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ടൂർ പോകുക, ഒരു ടൂർ സംഘടിപ്പിക്കുമ്പോൾ അതിന് ആളുകളുണ്ടാകണം. അതിനു വേണ്ടിയുള്ള അതിനാണ് ഇത്രയും ആളുകൾ നമ്മൾ ഈ മെമ്പർഷിപ്പ് കൊടുത്ത് നമ്മുടെ സംഘടനയ്ക്ക് ചേർന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാൻ വേണ്ടിയിരിക്കുന്ന ആളുകളെല്ലാം ചുരുക്കം ചില ആളുകൾ മാത്രമേ പ്രായം കുറവായിട്ടുള്ള ആളുകളുള്ളൂ. ബാക്കി എല്ലാവരും 65-70 മുകളിലുള്ള ആളുകളാണ്. ഈ സംഘടനയുടെ ഉദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് നാം താമസിക്കുന്ന വീടുകളിൽ പല വീടുകളിലും 2 അംഗങ്ങൾ മാത്രം ഉള്ള ഒരവസ്ഥയാണ്. കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നു. അപ്പോൾ പ്രായം വരുന്നതോറും പല പല ആവശ്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. അത്തരം ചില ഒരു ഹോസ്പിറ്റലിൽ പോകണം, അല്ലെ പെട്ടെന്നൊരു ആവശ്യം ഒരാളെ സഹായിക്കണം, അങ്ങനെ പരസ്പരം സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സഹായിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ സംഘടനയുടെ. അപ്പം നമ്മുടെ ഇപ്പോഴും ആളുകൾ ഈ സംഘടനയ്ക്ക് വരണം, ഞങ്ങളെ കൂടെ എടുക്കാമോ എന്നുള്ള രീതിയിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആളുകളെ നമ്മൾ ചേർത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് അതൊരു സംഘടനയിലേക്ക് വരുമ്പോൾ അതിൻ്റെ
ഉണ്ടാകും. വരും കാലങ്ങളിൽ അത് എങ്ങനെയായിരിക്കണം, വർദ്ധിപ്പിക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കമ്മിറ്റി കൂടി തീരുമാനിക്കുവാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും ബർത്ത്ഡേ ആഘോഷിക്കുന്നില്ല. നമ്മളൊരു വർഷം 4 പ്രാവശ്യമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസത്തെ ഉള്ള ആളുകളുടെ ഒരു ബർത്ത്ഡേ ആഘോഷം. അങ്ങനെ 3 മാസം കൂടുമ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ള ഒരു രീതിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളായ ക്രിസ്മസ്, ഈസ്റ്റർ, അതുപോലെ തന്നെ തിരുവോണം, ഈ 3 ദിവസങ്ങൾ, ഈ 3 വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ ക്ഷണിക്കപ്പെട്ട ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പരസ്പരം നമ്മൾ സഹായിക്കുക, അങ്ങനെ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഞാനധികം നീട്ടുന്നില്ല. നമ്മൾ ക്രിസ്മസിന് മുന്നോടിയായി നടത്തുന്ന ഈ കൂട്ടായ്മ ക്രിസ്മസിൻ്റെയും അതുപോലെ പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്രിസ്മസ് സന്ദേശം എന്ന രീതിയിലാണ് നിൽക്കുക.
അപ്പോൾ നിങ്ങൾക്ക് എന്നെ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പരിചയപ്പെടുത്തി. ഞാൻ പ്രസിഡന്റിൻ്റെ മകളുടെ ഭർത്താവാണ്. അപ്പോൾ ഇന്നലെയാണ് പപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഒരു ക്രിസ്മസ് സന്ദേശം. അപ്പോൾ എനിക്ക് ആ പടം കേട്ടില്ല. ക്രിസ്മസ് സന്ദേശം ഞാൻ എന്തിൻ്റെ പേരിലാണ് ക്രിസ്മസ് സന്ദേശം? അപ്പോൾ ഞാൻ എന്താണ് ക്രിസ്മസ് സന്ദേശം? എന്തിൻ്റെ പേരിലാണ് സന്ദേശം? എന്താണ് എന്തിൻ്റെ പേരിലാണ് ക്രിസ്മസ് സന്ദേശം എന്ന് പറഞ്ഞത്? അപ്പോൾ പപ്പ അത് കുഴപ്പമില്ല, നീ സന്ദേശം നൽകണം. അപ്പോൾ നിങ്ങൾക്കറിയാം, അപ്പന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റില്ല. അമ്മായിപ്പന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടാം പെട്ടെന്ന് പറയാം, അത് പറ്റിയത്. അപ്പം ഓക്കെ, ഞാൻ പറഞ്ഞു അപ്പം ഞാൻ എന്തെങ്കിലും ഞാൻ പറയാം. സത്യത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ യു കെയിൽ ഞങ്ങളൊക്കെ പൊതുവായിട്ട് എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം, നാട്ടിലിപ്പോൾ വലിയ ക്രിസ്മസ് ആഘോഷമൊന്നുമില്ല. ക്രിസ്മസ് ആഘോഷമൊക്കെ യു കെയിലാണ്. അവിടെ അടിപൊളിയാണ്, അടിപൊളി പരിപാടികളാണ്, ഇഷ്ടംപോലെ പരിപാടികളുണ്ട്, കലാപരിപാടികളുണ്ട്, ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ആയിട്ട് ക്രിസ്മസ് പരിപാടികൾ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ആരും തന്നെ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇന്നിവിടെ ഈ പരിപാടികൾ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കും പറയാം, നാട്ടിൽ പരിപാടികൾ അടിപൊളിയായിട്ടാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എത്ര ഭംഗിയായിട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങളവിടെ പരിപാടികൾ നടന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ തലയിൽ തൊപ്പി വെച്ചിട്ടോ ഇങ്ങനെ ബലൂണുകൾ ഉയർത്തിയിട്ടുള്ള പരിപാടികളൊന്നുമല്ലേ. ഇത് എന്താ പറയുക, മൊത്തം കളർഫുള്ളാണ്. എല്ലാ രീതിയിലും എല്ലാവരുടെ മുഖത്തും ആ സന്തോഷം. അപ്പോൾ ഇങ്ങനെ കൂട്ടായ്മകൾ അന്യം നിന്ന് പോകുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും പരസ്പരം സ്നേഹിക്കുവാനും പങ്കുവയ്ക്കുവാനും ഒക്കെ നീണ്ടൂരിലെ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ഈ വലിയ മനസ്സിനെ ഞാൻ ഒത്തിരിയേറെ സ്നേഹത്തോടെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പരസ്പരം സഹായം നൽകുന്ന സഹോദരന്മാരായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമായി നിങ്ങൾ മാറട്ടെ. അത് മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. ഇനി ക്രിസ്മസ് സന്ദേശമായി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അത് നക്ഷത്രത്തിൻ്റെ സന്ദേശമാണ്. നിങ്ങൾക്കറിയാം, പണ്ട് ആട്ടിടയന്മാരെ കാണുവാനായിട്ട് ആട്ടിടയന്മാർ ഈശോയെ കാണുവാൻ പോയി, രാജാക്കന്മാർ ഈശോയെ കാണുവാൻ പോയി, ഉണ്ണീശോയെ. അപ്പം രാജാക്കന്മാർ ഉണ്ണീശോയെ കാണുവാൻ വേണ്ടി പോയപ്പോൾ മുകളിൽ നക്ഷത്രം ഇവർക്ക് വഴികാട്ടിയായി മുന്നോട്ട് നീങ്ങി. ഇതുപോലെ ഈ നക്ഷത്രം നമുക്കും വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം വഴികാട്ടിത്തരുന്ന സന്ദേശമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയായി നിരവധി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നന്മയിലേക്ക് നമ്മളെ നയിക്കുവാൻ ഒരുപാട് വഴികാട്ടികൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴികാട്ടിയായിട്ട് മുന്നോട്ട് പോകുവാൻ, അതോടൊപ്പം നമുക്ക് വഴികാട്ടിയായിട്ട് നിന്നവർക്ക് നന്ദി പറയുവാനുള്ള ഒരു അവസരമാകണം ഈ ക്രിസ്മസ്. അതോടൊപ്പം മറ്റുള്ളവർക്ക് പുതിയ പുതിയ വഴികാട്ടുന്ന സന്ദേശങ്ങൾ നൽകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ സ്നേഹ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നന്ദി. താങ്ക് യു. കാറ്റടിച്ചു, കൊടും കാറ്റടിച്ചു, കായലിലെ വിളക്കുമരം കണ്ണടച്ചു, സ്വർഗവും നരകവും എന്തിനീ തൂക്ക കടലിലെറിഞ്ഞു
മലകളും കാലമാകടലിൽ അക്കരയോ ഇക്കരയോ മനുഷ്യനെ തീർത്തത് ചെകുത്താനാണെങ്കിൽ ചെകുത്താനോടൊരു ചോദ്യം സ്വർഗത്തിൽ വന്നു കലി നീട്ടി ഞങ്ങൾക്കെന്തിനു തന്നു പണ്ടു നീ ഞങ്ങൾക്കെന്തിനു തന്നു ഓ ഓ ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ കൂട്ടായ്മയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോച്ചൻ, അതോടൊപ്പം നമ്മുടെ സെക്രട്ടറി തുമ്മി തോട്ടം, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ, എന്നെ ഏൽപ്പിച്ച കാര്യം ആശംസ പറയുക എന്നുള്ളതാണെങ്കിൽ പോലും അതിന് മുമ്പായിട്ട് ഞാൻ രണ്ട് അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ട് അതിലേക്ക് കിടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ മീറ്റിംഗ് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ മോളെ കൂടെ പറഞ്ഞു, നമ്മുടെ ക്രിസ്തുമസ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും അതോടൊപ്പം തന്നെ കോംപ്രമൈസ് അങ്ങനെ പല കാര്യങ്ങളുടെയും ഒരു പ്രതീകമാണ്. ആ സാഹോദര്യം എന്ന വാക്കിന് വലിയ അർത്ഥമാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, നമ്മുടെ ഇടയിൽപ്പെട്ട നമ്മുടെ ജോബിൻ ജോസ് കല്ലാതി എന്ന ആ ഒരു സഹോദരന് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട പണസമാഹരണമൊക്കെ നമുക്കറിയാം. അതിനൊക്കെ മുൻകൈ എടുക്കാനായിട്ട് നമ്മുടെ കുര്യാക്കോച്ചേട്ടനും അതോടൊപ്പം തന്നെ നമ്മുടെ ജയ്മോൻ ഉൾപ്പെടെയുള്ള പലരും മുന്നോട്ട് പോകുന്നു. അവിടെ ആ ഒരു പ്രയത്നത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് നല്ലൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ നല്ലൊരു ചികിത്സ നമുക്ക് നൽകാൻ സാധിച്ചു. അതിനാണ് ഞാൻ നോക്കിയിട്ട് ഈ ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഇത്തരം കൂട്ടായ്മയ്ക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു സാഹോദര്യത്തിൻ്റെ ഒരു പ്രവർത്തനം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കുര്യാക്കോച്ചേട്ടനോടുള്ള അഭിനന്ദിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടപ്പായ്ച്ചൻ, സത്യം പറഞ്ഞാൽ ഞാൻ പോലെ വെച്ചു ഇവിടെ അങ്ങനെ ഇന്ന് കുട്ടപ്പായ്ച്ചേട്ടനോട് പാടാത്ത ഒരു ആൾ പോലും ഇവിടെ ഇല്ല. അത്രയും മനോഹരമായിട്ട് അത്രയും ഭംഗിയായിട്ട് പാട്ട് പാടിയ കുട്ടപ്പായ്ച്ചേട്ടനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സത്യം പറഞ്ഞാൽ അസൂയ തോന്നുന്നു എനിക്ക്. ഞാൻ വളരെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. നമ്മുടെ അറിയാം ആശംസ വളരെ നല്ലൊരു സന്ദേശം നമുക്ക് തന്ന് കുര്യാക്കോച്ചേട്ടൻ്റെ മരുമോൻ ഇനിയിപ്പം എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്ന ചെറിയൊരു ആശംസ നൽകുകയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്കറിയാം ക്രിസ്തുമസ് എന്ന് പറയുന്നത്, അത് ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് വാചകങ്ങളാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിൽ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഭൂമിയിൽ ക്രിസ്ത്യാനിക സമാധാനം നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകുന്നവർക്ക് സമാധാനം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മലയാള പറഞ്ഞിരിക്കുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം. അപ്പോൾ ആ സാഹോദര്യത്തിൻ്റെ ആ ഒരു വില, അതിൻ്റെ ആ ഒരു മഹത്വമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നല്ല മനസ്സുള്ളവർക്ക് നല്ല സഹോദരനാകാൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം ആരാണ് നമ്മുടെ സഹോദരൻ എന്ന് പറയുന്നത്. നമ്മുടെ സഹോദരൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം രക്തപ്പെട്ട ആളായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും നമ്മുടെ സഹോദരന്മാരായിട്ട് എല്ലാവരും നമുക്ക് കാണുവാൻ സാധിക്കാത്തതാണ് സഹോദര്യം എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പല ഉത്സവങ്ങളുണ്ട്. എല്ലാ ഉത്സവങ്ങളുടെയും അല്ലെ എല്ലാ ആഘോഷങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മതപരമാണെങ്കിലും ഓണം പോലുള്ള സാമൂഹികപരമായ ഉത്സവങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹം പകരുക അല്ലെങ്കിൽ സാഹോദര്യം വളർത്തുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ എല്ലാ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ നമ്മുടെ മതത്തിൻ്റെ ചട്ടക്കൂടിന് ഉള്ളിൽ ഒതുങ്ങി ഇരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അതിനെല്ലാം വിഭിന്നമായിട്ട് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഘോഷിക്കുന്ന എല്ലാ വർഷവും എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്, ഒരു ആഘോഷമാണ് ക്രിസ്തുമസ് എന്നുള്ളതാണ്.
Hare
ബന്ധുവാരിൽ ശത്രുവാരിൽ ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയും ബന്ധുവാരിൽ ശത്രുവാരിൽ ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയും അരങ്ങത്തു ബന്ധുക്കൾ ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയും ബന്ധുവാരിൽ ശത്രുവാരിൽ മനസ്സിൻ കണ്ണാടി മുഖമെന്നു പഴമൊഴി മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്നു പുതുമൊഴി മനസ്സിൻ കണ്ണാടി മുഖമെന്നു പഴമൊഴി മനസ്സിനെ മറയ്ക്കുന്നു മുഖമെന്നു പുതുമൊഴി പുറമേ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു പുറമേ പുഞ്ചിരിയുടെ പൂമാലകളെറിയുന്നു അകമേ കുടിപ്പകയുടെ തീജ്വാലകളെറിയുന്നു ഇവിടെ ജ്യേഷ്ഠനാര് അനുജനാര് കിളിമകളെ ഇവിടെ അച്ഛനാര് മകനാര് കിളിമകളെ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ ബന്ധുവാരിൽ ശത്രുവാരിൽ ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ ബന്ധുവാരിൽ ശത്രുവാരിൽ അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം അകപ്പെട്ട ഹൃദയങ്ങൾ കരുതാക്കാരാഗ്രഹം അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം അകപ്പെട്ട ഹൃദയങ്ങൾ കരുതാക്കാരാഗ്രഹം ബന്ധുവാരിൽ ശത്രുവാരിൽ ബന്ധനത്തിൻ നോവറിയും കിളിമ
ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു സന്ധ്യമയങ്ങും നേരം രാമചന്ദ്രപിരിയം നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു സന്ധ്യമയുണ്ടേരം കാട്ടുതാറാവുകൾ ഇണകളെ കായലിനരികിലൂടെ കടത്തുതുണികളിൽ ആളെ കയറ്റുമി കല്ലു ചുറ്റുമതിലൂടെ തനിച്ചു വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ നാണം സന്ധ്യമയം നേരം ഗ്രാമചന്ദ്രപിരിയം നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു സന്ധ്യമയങ്ങും നേരം കാക്കച്ചേറും കിളിമരത്തണലിൽ സാഗരമിഴിയിലൂടെ മനസ്സിനുള്ളിൽ ഒളിച്ചു കളിക്കുന്ന സ്വപ്നക്കനിലൂടെ തനിച്ചു വരും സൗന്ദര്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ നാണം സന്ധ്യമയങ്ങും നേരം ഗ്രാമചന്ദ്രപിരിയം നേരം ബന്ധുരേ രാഗബന്ധുരേ നീ എന്തിനീ വഴി വന്നു എനിക്കെന്തു നൽകാൻ വന്നു സന്ധ്യമയങ്ങും നേരം രാപ്പാർത്തിരുന്നു രജപാലകൻ ദേവനാഥം കേട്ടു യഹൂദയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകൻ ദേവനാഥം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരുന്നാലിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടയിൽ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടയിൽ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേദനയിൽ തന്നെ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ വേദനയിൽ തന്നെ വന്നു രാജാധിരാജന്റെ പൊന്തിരുമേനി രാജാധിരാജന്റെ പൊന്തിരുമേനി അവർ കാലിത്തോഴത്തിൽ കണ്ടു വർണ്ണരാജി
പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പം തന്നല്ലേ പറയാറുള്ളൂ അപ്പം തന്നല്ലേ പറയാറുള്ളൂ പാലോ പാലോ നടപ്പാലം അപ്പന്റെ കയ്യിൽ ആയോരു പാലത്തിന്റെ തുണിയിലും പൊന്നോ എന്നൊരു പൊന്നോ എന്നൊരു ഓക്കെ സ്റ്റാർട്ട് Muy, muy. വീണോ? വളരെ സന്തോഷം തോന്നുന്നു. ഇനി ഈ കൂട്ടായ്മ ഇത്രയും വിജയകരമാക്കിയിട്ടുള്ള ഓരോരുത്തർക്കും ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അത് കഴിഞ്ഞുള്ളൂ ഞാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് നന്ദി പറയുന്നുള്ളൂ. വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഹിന്ദു പള്ളിയുടെ ഈ അങ്കണത്തിൽ ഇത്രയും മനോഹരമായ രീതിയിൽ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. സമാധാനമാണ്. അവസാനങ്ങളിലേക്ക് ഒന്നാം സമ്മാനം ലഭിച്ചത് നിബിയ കല്ലടാത്തി. സമ്മാനം വാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക. രണ്ടാം സമ്മാനത്തിന് അടയാളിക്കുന്നത് ജൂബി പള്ളി വീട്ടിൽ. ബോൾ പാസ് ചെയ്യുന്ന സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനം സ്റ്റെമിനി ടൈസ് ഒമിയാനി. രണ്ടാം സമ്മാനം നൽകണമായിരിക്കുന്നത് ലോറ വെട്ടിക്കാട്ട് കളപ്പുരയിൽ. മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് സ്റ്റീഫൻ കല്ലാത്തിയിൽ. ഒന്നൊക്കെയോ ഒരു ഫോട്ടോ കണ്ട് നിന്നാ മതി. ഓക്കെ ഈ മുഖത്ത് പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ഇനി കുട്ടികൾ മുന്നോട്ട് വരിക. കുട്ടികൾ ഹാപ്പി ന്യൂ ഇയർ.
അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. പ്രിയ യോഗാധ്യക്ഷൻ പ്രിയകോസിയാണ്, സെക്രട്ടറി, മറ്റ് ഭാരവാഹികളെ, കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ സ്നേഹക്കൂട്ടായ്മയിലെ മെമ്പർമാരെ, ക്രിസ്മസ് ആഘോഷിക്കുന്നത് നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുലർത്തുവാനും ഒരുമിച്ച് കൂടുവാനുമുള്ള ഒരു അവസരം കൂടിയാണ്. അതുതന്നെയാണ് നമ്മുടെ ഈ സ്നേഹക്കൂട്ടായ്മ. തിരുപ്പിറവിയുടെ സന്തോഷത്തോടൊപ്പം പുതുവത്സരത്തിൻ്റെ പുത്തൻ പ്രതീക്ഷയും ഉണർന്നുള്ള ഈ വേളയിൽ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് ഈ പ്രോഗ്രാം നമുക്ക് വൻ വിജയമാകാൻ സാധിച്ചു. അതിനായി പരിശ്രമിച്ച നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. ആദ്യമായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ ഈ സ്നേഹകൂട്ടായ്മയുടെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ കുര്യാക്കോസ് ഉമ്മേൻ ചേട്ടനാണ്. കുര്യാക്കോസ് ചേട്ടനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികൾ ആയിക്കോട്ടെ, മറ്റ് പള്ളികളുടെ പ്രോഗ്രാം ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും കുര്യാക്കോസ് ചേട്ടനെ ഏൽപ്പിക്കുന്ന ജോലി വളരെ ഉത്തരവാദിത്വത്തോടും കൃത്യതയോടും കൂടി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പ്രസിഡന്റ് കുര്യാക്കോസ് ചേട്ടൻ. നമ്മുടെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു മാസത്തോളം കാലമായുള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങൾ 10 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു. അത് ഞങ്ങൾ 3 പ്രാവശ്യം കൂടുകയുണ്ടായി. ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചാണെങ്കിലും കലാപരിപാടികളെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് അറേഞ്ച്മെന്റുകളെ സംബന്ധിച്ചാണെങ്കിലും 3 പ്രാവശ്യം കുര്യാക്കോസ് ചേട്ടൻ ഞങ്ങളെ വിളിച്ചു കൂട്ടി. 3ാമത് വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, കുര്യാക്കോസ് ചേട്ടാ, ഇത് ചേട്ടായി തന്നെ തീരുമാനിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല ജോസ്മോനെ, നമ്മൾ കൂടി ആലോചിച്ച് വേണം ഈ പരിപാടികൾ നടത്തുവാൻ. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ കമ്മിറ്റിയിൽ വന്ന് പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഞങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകി ഈ പരിപാടി വിജയമാക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച നമ്മുടെ പ്രസിഡന്റ് കുര്യാക്കോസ് ചേട്ടന് സ്നേഹകൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് നമ്മുടെ ഈ കൂട്ടായ്മയുടെ രക്ഷാധികാരി നമ്മുടെ ബേബിച്ചേട്ടൻ കൊടുത്താണ്ടാണ്. അദ്ദേഹം വിദേശത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അദ്ദേഹം ഏത് കാര്യത്തിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളോട് എല്ലാ കാര്യങ്ങളിലും ഒരു നന്മ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ബേബിച്ചേട്ടനെ സ്നേഹകൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് നമ്മുടെ സെക്രട്ടറി, ട്രഷററും മറ്റ് ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളുമാണ്. സെക്രട്ടറിക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ റിപ്പോർട്ടുകളും അങ്ങനെ കമ്മിറ്റിയിൽ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ട്രഷറർ ജോസിയേട്ടൻ വളരെ കൃത്യതയോടുകൂടി കണക്കുകളൊക്കെ ഇവിടെ വളരെ ഉത്തരവാദിത്വത്തോടെയാണ് ഇവിടെ എഴുതുന്നത് കണ്ടത്. അവർക്കെല്ലാം ഓരോ പരിപാടികൾ നമ്മുടെ പ്രസിഡന്റ് ഏൽപ്പിച്ചത് അതെല്ലാം വളരെ ഉത്തരവാദിത്വത്തോടെ ചെയ്തു തീർത്ത നമ്മുടെ ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഈ സ്നേഹകൂട്ടായ്മയുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ആശംസകൾ അർപ്പിച്ചത്
നമ്മളോട് സംസാരിച്ച നമ്മുടെ സ്നേഹകൂട്ടായ്മയുടെ മെമ്പർ ചാക്കോച്ചൻ പാണിയേട്ടൻ, അതുപോലെ തന്നെ പുരോഗമനത്തിന്റെ മരുമകനായ ഗ്രേസി കുര്യാക്കോസിനും ഈ സ്നേഹകൂട്ടായ്മയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് രണ്ട് മഹത് വ്യക്തികളാണ്. അതായത് നമ്മുടെ ക്രിസ്മസ് പാപ്പ. ക്രിസ്മസ് പാപ്പ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത്യാവശ്യം ഇച്ചിരി ഡാൻസ് ഒക്കെ കളിച്ച് എല്ലാവരും ഒരു വിഷൊക്കെ ചെയ്ത് ഒരു ഷെയ്ക്കാൻ്റെ കൊടുത്ത് എല്ലാവരും സന്തോഷിപ്പിക്കുന്ന ഒരു പാപ്പമാരാണ്. രണ്ട് പാപ്പമാരാണ് ഉള്ളത്. സ്റ്റീഫൻ ചേട്ടനല്ലാതെ നമ്മുടെ ജിനോ തോമസ് ഈ പ്രോഗ്രാം അടുത്തത് തന്നെ നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. വളരെ നേരത്തെ തന്നെ 5 മണി എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ തുടങ്ങാൻ ഇച്ചിരി ലേറ്റായി. എന്നാലും നേരത്തെ തന്നെ വന്ന് സഹകരിച്ച് ഓരോ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ പരിപാടികളും ഭംഗിയാക്കാൻ സഹകരിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ വർഷത്തെ പോലെ തന്നെ എല്ലാ വർഷവും വരും വർഷങ്ങളിൽ ഇതിലും നല്ല പ്രോഗ്രാം നടത്തുന്നതിന് എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഈ ക്രിസ്മസ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും